ഇന്ത്യയിൽ ഇപ്പോൾ 3 തരം ഗവൺമെൻറ്റുകളുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ, അതേപോലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ. പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ 73-74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളാണ്, പ്രാദേശിക സർക്കാരുകളാണ്. കേരളത്തിൽ 1200 പ്രാദേശിക സർക്കാരുകളുണ്ട്. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതുപോലെ 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ, അങ്ങനെ മൊത്തം 1200 പ്രാദേശിക ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റെ 5 കൊല്ലം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കും. അതിൻ്റെ ഭാഗമായി അടുത്ത കാലത്താണ് കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പ് നടന്നു. അതിൻ്റെ ഭാഗമായി പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും അല്ലെങ്കിൽ മേയർമാരുടെയും ഡെപ്യൂട്ടി മേയർമാരുടെയും, മുനിസിപ്പാലിറ്റികളിലാണെങ്കിൽ ചെയർമാന്മാരുടെയും വൈസ് ചെയർമാന്മാരുടെയും ഒക്കെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടമായി എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ തിരഞ്ഞെടുപ്പ് നടക്കുക. ഈ വരുന്ന 5, 6, 7 തീയതികൾ, ജനുവരി 5, 6, 7 തീയതികളിലാണ് കേരളത്തിലെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നടക്കുന്നത്. എന്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ പ്രാദേശിക ഗവൺമെൻറ്റുകളാണ്. പ്രാദേശിക ഗവൺമെൻറ്റുകളായതുകൊണ്ട് തന്നെ ഒരുപാട് ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച്, മുനിസിപ്പാലിറ്റീസ് ആക്ട് അനുസരിച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ ആക്ട് അനുസരിച്ചുള്ള ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിൽ കൂടിയിട്ട് തീരുമാനിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടോ നടക്കില്ല. അതുകൊണ്ട് കുറേ കൂടി വിവിധങ്ങളായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി അതിനൊക്കെ വികേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എന്ന രൂപത്തിൽ അവർക്ക് ഈ അധികാരങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് തീരുമാനിക്കാനുള്ള ചുമതലകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ: ധനകാര്യം, അതുപോലെ വികസനകാര്യം, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യം, ക്ഷേമകാര്യം. എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് കൂടുതലുണ്ട്, അത് മരാമത്ത് കാര്യമാണ്. അതേസമയത്ത് മുനിസിപ്പാലിറ്റികളിലാണെങ്കിൽ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. നേരത്തെ പറഞ്ഞത് കൂടാതെ അവിടെ ആരോഗ്യ വിദ്യാഭ്യാസം എന്നുള്ള ആരോഗ്യം വേറെ, വിദ്യാഭ്യാസം വേറെ. കോർപ്പറേഷനുകൾ പിന്നെയും ഉണ്ട്, 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് കോർപ്പറേഷനുകൾ. വിവിധ വകുപ്പിൻ്റെ കീഴിലുള്ള കുറേ പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, ചെറുകിട വ്യവസായം, ഇതൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഈ 4 അതിൻ്റെ ഭാഗമായിട്ട് വരും. അതേപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസമാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിവിധങ്ങളായ ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉപയോഗിച്ചത്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഈ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും എത്ര ആളുകൾ വേണം എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മൊത്തം എണ്ണം കണക്കാക്കിയിട്ട്, മൊത്തം ആയിട്ടുള്ള ഒരു എണ്ണം കണക്കാക്കി അതിന് ഡിവൈഡ് ചെയ്തുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ 24 ആളുകളാണ് ഉള്ളത്. അതിൽ പ്രസിഡൻറ്റിന് ഒഴിവാകും. പ്രസിഡന്റ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമല്ല. ബാക്കി 23 ആളുണ്ട്. ആ 23 ആളുകൾ എന്ന് പറയുന്നത് 6, 6, 6, 5 അങ്ങനെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. പ്രസിഡന്റ് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതല്ലാതെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമല്ല. എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും അല്ലെങ്കിൽ എല്ലാ കൗൺസിലർമാരും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിർബന്ധമായും അംഗങ്ങളാവണം എന്ന് നിർബന്ധമാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും വനിതകൾ നിർബന്ധമാണ്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു വനിത നിർബന്ധമാണ് എന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിന് റിസർവേഷൻ ഉണ്ട്. റിസർവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 5 ഞാൻ പറഞ്ഞല്ലോ, നഗരസഭയിൽ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻമാർക്കും റിസർവേഷൻ ഉണ്ട്. അത് 3 പകുതിയിലധികം 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുകയാണ്. ഇതാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ഒരു പുതിയ രൂപം. ഇനി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, മറ്റ് തിരഞ്ഞെടുപ്പ് പോലെ അല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ തിരഞ്ഞെടുപ്പ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ തികച്ചും വ്യത്യസ്തമായ രീതിയാണ് ഇപ്പോൾ രൂപീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട് ഗവൺമെൻറ് തന്നെ. ഈ എണ്ണത്തിലേക്ക് ഉള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേക റിട്ടേണിംഗ് ഓഫീസർമാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലക്കാരായിട്ട് ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും കൃത്യമായി റിട്ടേണിംഗ് ഓഫീസർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ റിട്ടേണിംഗ് ഓഫീസർമാർ ഇങ്ങനെ ഇപ്പോൾ പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞു, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ചെയർമാനും വൈസ് ചെയർമാനും ഇലക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ
എല്ലാ മെമ്പർമാർക്ക് നോട്ടീസ് കൊടുത്തു, ഇത്രാം തീയതി നമ്മുടെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഓരോരാൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നതല്ല, അവർക്ക് ചേരാം. അപ്പോൾ അതിനുള്ള ഞാൻ ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു കത്ത്, ഒരു ചെറിയൊരു ഒരു നിവേദനമല്ല, ഒരു നോമിനേഷൻ ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് ഈ ഡേറ്റിന് മുമ്പ് തന്നെ കൊടുക്കണം. അങ്ങനെ കൃത്യമായിട്ടുള്ള എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പ്രശ്നമില്ല. കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ അവിടെ മത്സരം നടക്കും. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള മത്സരം വളരെ രസകരമായ മത്സരമാണ്. നമ്മൾ വിചാരിച്ച പോലെ രീതിയിൽ ആളുകൾക്ക് ജയിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭയിൽ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണുള്ളത്. ഇവിടെ 47 പേരാണുള്ളത്. അതിൽ ചെയർമാൻ ഒഴിവാക്കിയ ബാക്കി 46 പേരുണ്ട്. ആ 46 പേര് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 8, 8, 8, 8, 7, 7 ഇങ്ങനെയാണ് ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എണ്ണം. ഈ രീതിയിൽ ആളുകൾ നോമിനേഷൻ കൊടുക്കുകയും ആ നോമിനേഷൻ കൊടുത്താൽ അതിൽ മത്സരം നടക്കുകയാണ് ചെയ്യുക. പലപ്പോഴും നമുക്കറിയുന്നത് ഇതിന് ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചുള്ള ഒറ്റ കൈമാറ്റ വോട്ട് എന്നാണ് ഇതിന് പേര്. ഒറ്റ കൈമാറ്റ വോട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾക്ക് ഒരു മത്സരിപ്പം ചെയർമാൻ സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നമ്മൾ മത്സരിക്കാൻ പോയാൽ എന്ത് ചെയ്യും? അവിടെ പോയി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ നേരെ ടിക്ക് മാർക്കിടും, അല്ലെങ്കിൽ ഇൻറ്റു മാർക്കിടും. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇൻറ്റു മാർക്ക് ഏത് സ്ഥാനാർത്ഥിക്കാണ് കിട്ടുന്നത് അയാൾ ജയിക്കും. അങ്ങനെയാണല്ലോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ 8 പേരാണ് തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ 8 പേരിലധികം മത്സരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബാലറ്റ് പേപ്പറിൽ എല്ലാവരുടെ പേരും ഉണ്ടാവും. അപ്പോൾ പോകുന്ന ഒരാൾ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി ടിക്ക് മാർക്കോ അല്ലെങ്കിൽ ഇൻറ്റു മാർക്കോ അല്ല ഇടേണ്ടത്, മുൻഗണനയാണ് കൊടുക്കേണ്ടത്. 1ാം മുൻഗണന, 2ാം മുൻഗണന, 3ാം മുൻഗണന. ഇപ്പോൾ 8 പേരാ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ മത്സരിക്കുന്ന ആളുകളിൽ നമ്മൾ മുൻഗണന നമ്പറാണ് കൊടുക്കുക. 1, 2, 3, 4 മലയാളത്തിൽ തന്നെ എഴുതുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുക, അല്ലെങ്കിൽ അക്കത്തിൽ എഴുതുക 1, 2, 3, 4. ഇങ്ങനെ കൂടുതൽ 1ാം മുൻഗണന കിട്ടുന്ന ആളുകൾ ജയിക്കും. അതാണ് 1ാം മുൻഗണനയാണ് കിട്ടുന്ന ആളുകളാണ് ജയിക്കുക. ഇതിന് സാധാരണ എല്ലാവർക്കും അറിയാം. സഹകരണ സംഘങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കണ്ട ആളുകൾക്ക് അറിയാം. ഇതിന് ഞാൻ പറയുന്ന പോലെ ഒറ്റ കൈമാറ്റ വോട്ട് രീതി എന്നാണ് പറയുക. അപ്പോൾ ആ രീതിയിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഒന്നിൽ മാത്രമേ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മാത്രമേ മത്സരിക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം മത്സരം നടക്കുക എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും ഒരു വനിത നിർബന്ധമാണ്. അതുകൊണ്ട് ആദ്യം വനിതകളുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒരു വനിത മത്സരം നടന്നു, ഒരാൾ ജയിച്ചു. പിന്നെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അങ്ങനെ വന്ന് ഓർഡറായിട്ട് 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ, നഗരസഭയിലെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെയും ഓരോ വനിതകളെയാണ് ആദ്യം തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു വനിത തിരഞ്ഞെടുത്തതിന് ശേഷം രണ്ടാമതാണ് നേരത്തെ ബാക്കിയുള്ള, ഇപ്പോൾ 8 പേരാണ് മുനിസിപ്പാലിറ്റിയിൽ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 8 പേര് ഒരു വനിതയെ തിരഞ്ഞെടുത്താൽ ബാക്കി 7 പേര് വേണം. ആ 7 പേരുടെ തിരഞ്ഞെടുപ്പാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ കൈമാറ്റ വോട്ട് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും മത്സരിക്കാം, എല്ലാവർക്കും വോട്ടുണ്ട്. ഇപ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭ, ഞാൻ കാഞ്ഞങ്ങാട് വെച്ച് സംസാരിക്കുന്നത് പറയുകയാണ്. നമ്മുടെ നഗരസഭയിൽ 47 കൗൺസിലർമാരാണ് ഉള്ളത്, ചെയർമാൻ ഉൾപ്പെടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ എല്ലാവർക്കും വോട്ടുണ്ട്. ചെയർമാന് വോട്ടുണ്ട്, വൈസ് ചെയർമാന് വോട്ടുണ്ട്, അതുപോലെയുള്ള ബാക്കി എല്ലാ കൗൺസിലർമാർക്കും ഇതിൽ വോട്ടുണ്ട്. അപ്പോൾ ആ 1ാമത്തെ വോട്ട് ആർക്കാണോ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ 1ാം വോട്ട് ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ. അങ്ങനെയുള്ളവരെയാണ് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കംപ്ലീറ്റ് എല്ലാവരും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമാവും. ഇപ്പോൾ ചില ആളുകൾ മത്സരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ അവസാനം ബാക്കി 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഒഴിവുള്ളത്, ആ ഒഴിവുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് റിട്ടേണിംഗ് ഓഫീസർ അവരെ കോപ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഈ രൂപത്തിലാണ് അതിന് തിരഞ്ഞെടുപ്പ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരുടെ തിരഞ്ഞെടുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അത് റിസർവേഷൻ ഉണ്ട്. പകുതി ഇപ്പം ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ പകുതി എന്ന് പറയുന്നത് 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവിടെയുണ്ട്, 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ത്രീകൾക്കാണ്. ഗ്രാമപഞ്ചായത്ത് 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി, 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ സ്ത്രീകളാണ്. അതേപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലാണെങ്കിൽ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷകൾ തീർച്ചയായിട്ടും വനിതകളാണ്. അപ്പോൾ റിസർവേഷൻ വളരെ ഗംഭീരമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പക്ഷേ അവിടെ ഈ രീതിയല്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് 2 പേര് മാത്രമേ, 2 or 3 പേര് മത്സരിക്കുമായിരിക്കും. അവരുടെ പേര് ഒരു ബാലറ്റ് പേപ്പർ കൊടുത്ത്
അത് ടിക്ക് മാർക്കോ അല്ലെങ്കിൽ ഇൻറ്റു മാർക്കോ, അത് റിട്ടേണിംഗ് ഓഫീസർ പറയുന്ന പോലെ ഇൻറ്റു മാർക്കാണ് സാധാരണ ഗവൺമെൻറ് പറയുക. അങ്ങനെ മാർക്കിട്ട് ഏറ്റവും കൂടുതൽ ഉള്ള ആൾ, ഇപ്പോൾ 8 പേര് മാത്രമുള്ള ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. അതിൽ 5 പേരുണ്ടായാൽ മാത്രമേ അതിന് ചെയർമാനെ തിരഞ്ഞെടുക്കാൻ പറ്റൂ. അപ്പോൾ 5 പേര് ആർക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാവും. അതും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസത്തിനകം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തിരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരും 7-ാം തീയതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുനിസിപ്പൽ കൗൺസിൽ ഭരണത്തിൻ്റെ എല്ലാ സമ്പ്രദായങ്ങളും അതിൻ്റെ ഭാഗമായി. അതേപോലെ പഞ്ചായത്തുകളിലും പ്രസിഡൻ്റായി, വൈസ് പ്രസിഡൻ്റായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളായി പിന്നീടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനമെടുത്ത് ആ തീരുമാനമാണ് മുനിസിപ്പൽ കൗൺസിലിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് നൽകുന്നത്. അത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിക്കുന്നു അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിക്കുന്നു. അതോടുകൂടി അത് തീരുമാനമായി മാറും. അങ്ങനെയാണ്. ഇനി ഏതെങ്കിലും ചില തീരുമാനങ്ങൾ മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിക്കുന്നില്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാം, സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ ഒരു അധികാരമാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കുള്ളത്. ഒരുപാട് ചുമതലകൾ ഉള്ളത് കൊണ്ടാണ് ആ രൂപത്തിലേക്ക് ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിട്ടുള്ളത്. ഇത് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ക്രമേണ മറ്റ് സമയങ്ങളിലൊക്കെ തന്നെ വിശദീകരിക്കാൻ വേണ്ടി കഴിയും എന്നാണ് സൂചിപ്പിക്കാറുള്ളത്.